മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളകാപ്പ് നടക്കുന്ന ചടങ്ങിനിടയ്ക്ക് പ്രതാപൻ ചെന്ന് സത്യങ്ങളെല്ലാം കണ്ണനോടും ഉണ്ണിയോടും അതുപോലെ ദുർഗയോടൊക്കെ തുറന്നു പറയാൻ ശ്രമിക്കുന്നുവെങ്കിലും വാമദേവനും അതുപോലെ അനന്തവും സാഗറും ഒക്കെ തക്ക സമയത്ത് ഇടപെട്ടത് കാരണം സത്യങ്ങളൊന്നും പ്രതാപനാണെങ്കിൽ കണ്ണനോട് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ കണ്ണൻ ഒരു കാര്യത്തിൽ തീർത്തും സംശയം തോന്നുന്നുണ്ട്. അയാൾ തൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ പേടിക്കുന്നുവെങ്കിൽ, തന്നോട് എന്തൊക്കെയോ സത്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട്. അതായത് തൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് പ്രതാപനാണോ? അയാൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. പണ്ടേ കുറ്റവും കൊല്ലും കൊലയായിട്ട് നടന്ന ആളാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന കണ്ണന് സംശയം കൂടുതൽ ബലപ്പെടുന്നുണ്ട്. പക്ഷേ തൽക്കാലം കണ്ണനാണെങ്കിൽ ഇപ്പോഴും സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല, അറിയിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ കഷ്ടപ്പെട്ട് വാമദേവൻ എങ്ങനെയൊക്കെയോ പ്രതാപനെ തിരികെ കരുണാലയത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ റൂമിൽ കയറ്റി കതക് അടയ്ക്കുന്ന സമയത്ത് പ്രതാപൻ ആ ഞെട്ടിക്കുന്ന സത്യം വാമദേവനോട് തുറന്നു പറയുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എൻ്റെ അമ്മ ആൾ ഒട്ടും മോശമല്ല, നിന്നെപ്പോലെ തന്നെയാ. എൻ്റെ അമ്മായിയമ്മയെ കൊന്നത് ആരാണെന്നറിയാമോ? എൻ്റെ അമ്മ തന്നെയാ. അയ്യോ ചുമ്മാതെ പറയൂ, ആ നട്ടാ കുരുക്കാത്ത കള്ളം മാത്രമേ ഇവൻ വാ തുറന്നാ പറയൂ എന്ന് പറയുന്ന സമയത്ത് കള്ളമൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ സമയത്ത് പ്രതാപൻ എന്ത് പറഞ്ഞാലും അത് സത്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം അതുപോലെ നടന്ന കാര്യങ്ങൾ. അപ്പം അമ്മയാളൊട്ടും മോശമല്ലല്ലേ? നീ ഒന്ന് ചുമ്മാതിരിക്കണേ വാമ, എന്നെയും കൊണ്ട് വേറെ ഒന്നും പറയിക്കാതെ. നീ അവിടെ കടയടാ എന്നും പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ അകത്തിട്ട് ഡോർ ലോക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തായാലും മുത്തശ്ശി ഒരു കാര്യം മറക്കണ്ട. ഈ സത്യം, അതായത് വിശ്വനാഥനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് ഞാനാണെന്നുള്ള സത്യം പ്രതാപൻ്റെ വായാൽ ആരെങ്കിലും അറിഞ്ഞ് നിയമത്തിൻ്റെ വഴിയെ ഞാൻ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റോടൊപ്പം 2 പേരും കൂടി കാണും. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ആര് 2 പേര് കാണുമെന്ന് നീ പറയുന്നത്? ആ സംശയിക്കേണ്ട, അമ്മയും അമ്മയുടെ മകനും. അമ്മായിയമ്മയെ കൊന്നതിൻ്റെ പേര് അമ്മയും, വിശ്വനാഥനെ കൊന്നതിൻ്റെ പേര് പ്രതാപനും, കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ പേര് ഞാനും ചിലപ്പോൾ അകത്ത് പോകേണ്ടി വരും. അങ്ങനെ ഒറ്റയ്ക്ക് എന്തായാലും ഞാൻ പോകില്ലെന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് പ്രതാപൻ എവിടെ പോകുന്നു അല്ലെങ്കിൽ ആരെ കാണുന്നു എന്നുള്ള കാര്യത്തിൽ എന്നെക്കായും കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടത് ആരാണെന്ന് ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായോ? നീ എന്താ വാമദേവ എന്നെ ഭീഷണിപ്പെടുത്തുവാന്നോ? ഭീഷണിപ്പെടുത്തുന്നൊന്നുമല്ല, നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞതാ. ഇതെങ്ങാണം മോഹിനി അറിഞ്ഞാലുണ്ടാകുന്ന പുകിലെന്താണെന്ന് അമ്മയ്ക്കറിയാമല്ലോ. എൻ്റെ പൊന്നു വാമ, അവൻ ചുമ്മാ ഓരോ പിച്ചും പേയും പറയുന്നതിന് ഞാനിതൊന്നും അറിഞ്ഞതേയില്ല. എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞിട്ട് വാമദേവനാണെങ്കിൽ അങ്ങ് പോകുന്നു. വാമദേവൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേര് മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. റൂമിൽ കയറി പ്രതാപനെ നല്ല വിരട്ടുന്നുണ്ട്. നീ എന്തൊക്കെ അനാവശ്യമായി പറയുന്നത്? നീയോ അകത്ത് പോകാൻ റെഡിയായി നിൽക്കുന്നു. ഇനി അതിൻ്റെ തൊട്ട് പിന്നാലെ ഈ വയസ്സാം കാലത്ത് എന്നെയും കൂടി അകത്ത് കയറ്റണമെന്ന് നിനക്ക് വല്ല നേർച്ചയുണ്ടോടാ? നീ എന്തിനാടാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? മോഹിനിയും ലക്ഷ്മിയും വേദനിപ്പിച്ച് നിന്നെയും നിൻ്റെ മോളുടെയും സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം കൂട്ടു നിന്നതാടാ എന്ന് പറയുന്ന സമയത്ത് അമ്മ ആകെ ഒരു കൊലപാതകമല്ലേ ചെയ്തിട്ടുള്ളൂ എൻ്റെ അമ്മായിയമ്മേ. പക്ഷേ വാമദേവൻ വിശ്വനാഥനെ കൊല്ലുന്നതിന് മുമ്പിട്ട് 2 കൊലപാതകങ്ങളും കൂടി കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആരെയാണെന്നും വിശ്വനാഥൻ പറഞ്ഞിട്ടില്ല. പക്ഷേ 2 കൊലപാതകം കൂടി ചെയ്തിട്ടുണ്ടെന്നാ വിശ്വനാഥൻ എന്നോട് പറഞ്ഞത്. അമ്മ മറ്റാരെങ്കിലും കൊന്നിട്ടുണ്ടോ? എന്തായാലും അമ്മായിയമ്മയുടെ കാര്യം മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറെ ആരെങ്കിലും കൊന്നെന്ന് വിശ്വനാഥൻ എന്നോട് പറഞ്ഞോ? ഇല്ല. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. നീ ഒന്നും ചോദിക്കാനും പറയാനും പോണ്ട. വിശ്വനാഥൻ വരുമ്പം നീ കണ്ണനെ കണ്ട് സത്യം പറഞ്ഞെന്നങ്ങ് കള്ളം പറഞ്ഞാൽ പോരെ? ആത്മാക്കളോട് കള്ളം പറയാൻ പറ്റുമോ അമ്മേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെയൊക്കെ കാല് പിടിച്ച് പറയുന്നത്. എനിക്ക് കണ്ണനെ കണ്ട് ആ സത്യം ഒന്ന് പറയണം. അല്ലാതെ വിശ്വനാഥൻ്റെ ആത്മാവ് എന്നെ വിട്ടൊഴിയില്ല. അവൻ ഇന്നലെയും വന്ന് എൻ്റെ മുമ്പിൽ സങ്കടപ്പെട്ടിട്ടാണ് പോയത്. ഇന്ന് വന്നും ഞാൻ കണ്ണനോട് തുറന്നു പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും? നിങ്ങൾ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. നീ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക എൻ്റെ പ്രതാപ. നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ എന്ന് പറഞ്ഞ് മുത്തശ്ശി പുറത്തേക്ക് പോകുന്നു. റൂം ലോക്ക് ചെയ്തതിന് ശേഷം എന്നെ ഇങ്ങനെ അടച്ചിടരുത്, മര്യാദയ്ക്ക് തുറന്നു വിട്. അമ്മയാണെന്ന് ഞാൻ നോക്കത്തില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോയി പറയുകയെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നെങ്കിലും മുത്തശ്ശി അതൊന്നും ചെവിക്കൊള്ളിക്കുന്നില്ല. എന്നാൽ ഒരുവിധം ചടങ്ങുകളൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. മോഹിനിയമ്മയ്ക്കും മഹാലക്ഷ്മിക്കും മുഖത്ത് നല്ല പേടിയും ഭയപ്പാടും കണ്ടിട്ട് കണ്ണൻ ചോദിക്കുന്നു, എന്താ നിങ്ങളുടെ 2 പേരുടെയും മുഖത്ത് ഒരു സന്തോഷമില്ലാത്തതുപോലെ? മോനറിയാലോ കാര്യങ്ങൾ. കരുണമോളുടെ അച്ഛന് തീരെ വയ്യ, ഒട്ടും ഓക്കെയല്ല. വീട്ടിലായാലും എപ്പോഴും പ്രശ്നവും ബഹളമാണ്. എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനും എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടണമെന്നൊക്കെ ഉള്ളൊരു തോന്നലാണ്. അങ്ങനെ അമ്മയെ ശല്യം ചെയ്യാനെങ്ങാനും വരുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ നിന്നൂടെ? എന്നെ ശല്യം ചെയ്യാനൊന്നും വരുന്നില്ല. മുമ്പത്തെ പോലെയല്ല. ഇപ്പം എന്നോടും മോളോടും ഒക്കെ ഭയങ്കര സ്നേഹമാണ്.
പകരം മുത്തശ്ശിയോടും കരുണയോടും നല്ല ദേഷ്യവും അവരെ വായി തോന്നുന്നതൊക്കെ പറയുകയും ചെയ്യും. അതെന്തായാലും നന്നായി. സ്വബോധമില്ലാത്തപ്പോഴെങ്കിലും അയാൾക്ക് അല്പമെങ്കിലും വിവേകം വന്നത് നന്നായി. ദേ ഇങ്ങനെയുള്ള സമയം സങ്കടപ്പെടാൻ പാടില്ല, സന്തോഷത്തോടെ വേണം പോകാൻ എന്നൊക്കെ കണ്ണനാണെങ്കിൽ മഹിയെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചടങ്ങൊക്കെ നടന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് മോഹിനിയമ്മയും അതുപോലെ മഹിയും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്.